കഴിഞ്ഞ ദിവസം മനോരമ കൊടുത്തൊരു വാർത്തയാണിത്. മലപ്പുറത്തെ 6ഓളം പഞ്ചായത്തുകളിൽ പന്നിമാംസ വിൽപ്പന നിരോധിച്ചു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? കുറച്ചു നാളുകൾക്ക് മുമ്പ് ക്രിസംഖ്യയായ മാത്യു സാമുവൽ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ മലപ്പുറത്ത് താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ പന്നിമാംസം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് മാംസം വാങ്ങണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. കാരണം ഈ മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ടും മുസ്ലിങ്ങൾക്ക് പന്നിമാംസം ഹറാമായതുകൊണ്ടും അവിടെ ആരും പോർക്കിറച്ചി വിൽക്കാൻ ധൈര്യം കാട്ടാറില്ല. ഈ രീതിയിൽ കാലങ്ങളായി മലപ്പുറത്തെയും അവിടുത്തെ ജനങ്ങളെയും വർഗീയമായി വിഭാഗീയമായി വേർതിരിക്കാനുള്ള സംഘപരിവാർ ക്രിസംഖി മുസ്ലിം വിരുദ്ധരുടെ അജണ്ടകൾക്ക് മൈലേജ് പകരുന്ന രീതിയിലാണ് ഇന്നലെ മനോരമ ഈ വാർത്ത കൊടുത്തത്. എന്താണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ? പന്നിമാംസ വിൽപ്പന നിരോധിച്ചു എന്ന വാർത്ത സത്യമാണോ? വാർത്ത സത്യമാണ്. പക്ഷെ കൊടുത്ത വാർത്തയ്ക്ക് മുമ്പിൽ മറ്റൊരു വാക്കുകൂടി മനോരമ മനഃപൂർവ്വം എഴുതി ചേർക്കാതിരുന്നതാണ്. ആ വാക്ക് പന്നിപ്പനി എന്നുള്ളതാണ്. കോടഞ്ചേരിയിലെ സ്വകാര്യ പന്നിഫാമിൽ പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതിന്റെ കാരണം ആഫ്രിക്കൻ പന്നിപ്പനിയാണ് എന്ന് സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഈ രീതിയിലുള്ള നിയന്ത്രണം പല സ്ഥലങ്ങളിലും നിലവിൽ വന്നത്. പക്ഷെ മനോരമ വാർത്ത കൊടുത്തത് മലപ്പുറത്തെ കാര്യം മാത്രമാണ്. സമാനമായ പ്രശ്നം കാരണം കോഴിക്കോടും ഇടുക്കിയിലുമൊക്കെ പന്നിമാംസ വിൽപ്പന താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. അതിലൊരു ത്രില്ലില്ലാത്തതുകൊണ്ടാണ് മനോരമ മലപ്പുറത്തെ കാര്യം മാത്രം വാർത്തയായി കൊടുത്തത്. ഏതായാലും ഈ വാർത്ത വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം വരും. ഞാൻ പറഞ്ഞതല്ലേ, മലപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടില്ല, ഒരു ഗ്ലാസ് ചായ പോലും കിട്ടില്ല. ഈ രീതിയിൽ മലപ്പുറത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പോൾ ആ മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ മലപ്പുറത്ത് പന്നിമാംസ വിൽപ്പന നിരോധിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവിട്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, മലപ്പുറം ശരിയല്ല, മലപ്പുറത്തെ ആളുകൾ ശരിയല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അധികം വൈകാതെ ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായി മുടങ്ങാതെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാർത്തയാണ് കുട്ടനാട്ടിൽ പക്ഷിപ്പനി കാരണം ആയിരക്കണക്കിന് താറാവുകളെയും കോഴികളെയും കൊന്നെടുക്കുന്ന വാർത്ത. ആ വാർത്ത കൊടുക്കുമ്പോൾ മനോരമ പക്ഷിപ്പനി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കാറില്ല. പക്ഷെ അതേ വാർത്ത മലപ്പുറത്തേക്ക് വരുമ്പോൾ മനോരമ പന്നിപ്പനി എന്നോ പക്ഷിപ്പനി എന്നോ കൊടുക്കാൻ മനഃപൂർവ്വം മറക്കാറുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. മലപ്പുറത്ത് മുസ്ലിങ്ങൾക്കല്ലാത്തവർക്ക് സ്ഥലം വാങ്ങാൻ പറ്റൂല, വീട് വെക്കാൻ പറ്റൂല, നോമ്പുകാലമായാൽ പച്ചവെള്ളം പോലും കിട്ടൂല. ഈ രീതിയിൽ മലപ്പുറത്തിനെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് എല്ലാ കാലത്തും മനോരമ കട്ട സപ്പോർട്ട് കൊടുത്ത് കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമ രംഗത്തെ മുന്നമാരെ, പ്രത്യേകിച്ച് മനോരമയെ, അവരുടെ പത്രത്തെ നിങ്ങളുടെ വീട്ടിൽ കയറ്റണോ, അവരുടെ ചാനൽ നിങ്ങളുടെ വീടുകളിൽ വെക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റിയ ഉചിതമായ സമയമാണിത്. മതേതരവാദികളും മലപ്പുറത്തുകാരും ഉണർന്ന് പ്രവർത്തിക്കുക. മനോരമയെ പൂർണ്ണമായും നിങ്ങൾ ബഹിഷ്കരിക്കുക.